ഈശോയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന്റെ പ്രകാശത്തിലേക്ക് കടന്നുചെല്ലാം. സാധാരണ ദിനങ്ങളുടെ തിരക്കിനിടയിൽ പോലും ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അവന്റെ വചനത്തിലൂടെ ഹൃദയം പുതുക്കുവാനാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹം ഹൃദയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വികാരമല്ല, മറിച്ച് പ്രവർത്തികളിലൂടെ ജീവിക്കുന്ന ശക്തിയാണെന്നതാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസവും ഭക്തിയും ഉള്ളിൽ മാത്രം കെട്ടിപ്പിടിക്കപ്പെടാറുണ്ട്. ലോകം എന്തു പറയും എന്ന ഭയത്തിൽ അത് പുറത്തേക്കു പൊഴിഞ്ഞൊഴുകാതെ. എന്നാൽ യഥാർത്ഥ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ദൃശ്യമാകണം, കാരണം അത് ക്ഷമിക്കപ്പെട്ടവരുടെയും സ്നേഹിക്കപ്പെട്ടവരുടെയും അനുഭവത്തിൽ നിന്നും ജനിക്കുന്ന സമർപ്പണമാണല്ലോ. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് നൽകിയ ഉപദേശവും പാപിനിയായ സ്ത്രീ ഈശോയുടെ പാദങ്ങളിൽ കുമ്പിട്ടു പ്രകടിപ്പിച്ച സ്നേഹവും നമ്മെ പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. വാക്കുകളിൽ ഒതുങ്ങുന്ന സ്നേഹം അപൂർണമാണ്, പ്രവൃത്തികളിലൂടെയാണ് അത് പൂർണ്ണത നേടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്ന് സ്നേഹത്തെ പ്രവൃത്തികളായി ജീവിക്കാൻ തയ്യാറാവുക. ഇന്ന് ഒന്നാം വായനയായി നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിനെഴുതിയ ഒന്നാം ലേഖനത്തിലെ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗമാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസിന്റെ തിമോത്തിയോസിനോടുള്ള ഈ വചനങ്ങൾ ഇന്നും നമ്മെ സ്പർശിക്കുന്നു. യുവാവായതിനാൽ സമൂഹം അവനെ അവഗണിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നേക്കാം. പക്ഷേ പൗലോസ് ഉറച്ചു പറയുന്നത് വ്യക്തിയുടെ പ്രായമല്ല, ജീവിതത്തിന്റെ സാക്ഷ്യമാണ് യഥാർത്ഥ യോഗ്യതയുടെ അടിസ്ഥാനമെന്ന്. അതുകൊണ്ടുതന്നെ അദ്ദേഹം 5 മേഖലകളിൽ മാതൃകയാകാൻ ആഹ്വാനം ചെയ്യുന്നു: നമ്മുടെ വാക്കുകൾ, പെരുമാറ്റം, സ്നേഹം, വിശ്വാസം, നിർമ്മലത. നമ്മുടെ ഒരു വാക്കും മറ്റുള്ളവരെ തകർത്തിടുന്നതല്ല, പകരം ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തുവിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കണം. നമ്മുടെ സ്നേഹം സ്വാർത്ഥതയെ മറികടന്നിരിക്കണം. പ്രതിസന്ധികളിൽ പോലും വിശ്വാസം തളരാതിരിക്കണം. ചിന്തയിലും പ്രവൃത്തിയിലും വിശുദ്ധിയുടെ തെളിച്ചം പ്രകടമായിരിക്കണം. കൂടാതെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് വായനയിലും പഠിപ്പിക്കലിലും തുടർച്ചയായ ശ്രദ്ധ ചെലുത്തുകയും ലഭിച്ച കൃപാവരം ഒരിക്കലും അവഗണിക്കാതിരിക്കുകയും ചെയ്യണമെന്ന്. ഇതെല്ലാം ചെയ്താൽ നമ്മുടെ വളർച്ച എല്ലാവർക്കും വ്യക്തമായി ദൃശ്യമായിരിക്കും. മാത്രമല്ല, നാം സ്വന്തം ആത്മാവിനെയും നമ്മുടെ സന്ദേശം കേൾക്കുന്നവരെയും രക്ഷിക്കാനും കഴിയുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് നമ്മോട് ഓർമ്മിപ്പിക്കുന്ന മഹത്തായ സത്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതം മറച്ചുവെക്കേണ്ടൊരു രഹസ്യമല്ല, മറിച്ച് പുറത്തേക്ക് തെളിയേണ്ട ഒരു സാക്ഷ്യമാണ്. ഉള്ളിൽ ലഭിച്ച കൃപാവരം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും പ്രകടമാകണം. അതിലൂടെ മറ്റുള്ളവർക്ക് അത് കാണാനും അനുഭവിക്കാനും കഴിയണം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഇതിന്റെ തന്നെ ഉന്നത രൂപമാണ്. വാക്കുകളില്ലാതെ, പ്രവൃത്തികളിലൂടെ മാത്രം തന്റെ ഹൃദയത്തിലെ സ്നേഹവും ആഴത്തിലുള്ള പശ്ചാത്താപവും പ്രകടിപ്പിച്ച ഒരു സ്ത്രീയുടെ കഥ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ പറയുന്നതുപോലെ, ഫരിസേയനായ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്ന യേശുവിന്റെ സമീപത്തേക്ക് പാപിനിയായെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു സ്ത്രീ സുഗന്ധതൈലം നിറച്ച വെൺകലഭരണി കരുതിയ കണ്ണുനീരിൽ അവന്റെ പാദങ്ങൾ നനച്ച് സ്വന്തം തലമുടികൊണ്ട് തുടച്ചു. പിന്നെ ചുംബിച്ച് സുഗന്ധതൈലം പൂശി അവൾ തന്റെ മുഴുവൻ സ്നേഹവും വിനയവും പ്രകടമാക്കുന്നു. പുറം ലോകം അവളെ അപമാനിച്ചാലും യേശു അവളുടെ ഹൃദയം കണ്ടു. ശിമയോൻ സംശയത്തോടെ നിരീക്ഷിച്ചപ്പോഴും യേശു പറഞ്ഞ ഉപമ മുഖാന്തരം സത്യത്തെ വെളിപ്പെടുത്തി. അധികം ക്ഷമിക്കപ്പെട്ടവൻ അധികം സ്നേഹിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ ഹൃദയം. നമ്മുടെ ജീവിതം പ്രാർത്ഥനകളേക്കാൾ ശക്തമായി ദൈവം നൽകിയ കൃപയുടെ സാക്ഷിയായി മാറണം. സ്നേഹിതരെ, ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ ഒരു ശക്തമായ ചിത്രം വരച്ചിടുന്നു. ഒരേ വീട്ടിലിരിക്കുന്ന 2 വ്യക്തികൾ, എന്നാൽ 2 തരം മനസ്സുകൾ. ഒരു വശത്ത് ശിമയോൻ, നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നൊരു ഫരിസേയൻ, സമൂഹത്തിൽ മാന്യനായ ഒരാൾ. മറുവശത്ത് സമൂഹം പാപിനി എന്ന് മുദ്രകുത്തിയ, പേരുപോലും പറയപ്പെടാത്ത ഒരു സ്ത്രീ. പുറത്തു നോക്കുമ്പോൾ
ശിമയോന്റെ വീട്ടിൽ ഒന്നും കുറവില്ല. ഭക്ഷണം, ഇരിപ്പിടം, ആചാരങ്ങൾ എല്ലാം സമ്പൂർണം. പക്ഷേ ഒരു അടിസ്ഥാന ഘടകം അവിടെ നഷ്ടപ്പെട്ടിരുന്നു: സ്നേഹം. അതിഥി വന്നാൽ വെള്ളം കൊടുത്ത് കാൽ കഴുകിച്ചു, ചുംബനത്തോടെ സ്വീകരിച്ചു, തലയിൽ അല്പം എണ്ണ പൂശി ആദരിക്കുക അന്നത്തെ കാലഘട്ടത്തിലെ സാധാരണമായ സ്നേഹത്തിന്റെ അടയാളങ്ങളായിരുന്നു. ശിമയോൻ അതൊന്നും ചെയ്തില്ല. ഒരുപക്ഷേ അവന്റെ ക്ഷണം സൗഹൃദത്തിന്റെയോ ആദരത്തിന്റെയോ പേരിൽ ഉണ്ടായതല്ല, മറിച്ച് യേശുവിനെ പരീക്ഷിക്കാൻ, അവന്റെ വാക്കുകളിൽ കുറ്റം കണ്ടെത്താനുണ്ടായിരുന്നേക്കാം. അവന്റെ സ്നേഹം പുറംചട്ടയിൽ മാത്രം, നിയമങ്ങൾ പാലിക്കുന്നതിലേക്കു ചുരുങ്ങിയൊരു ബന്ധം. എന്നാൽ അവിടെ പ്രവേശിച്ച ആ സ്ത്രീ സ്വന്തം കണ്ണുനീരിലും മുടിയിലും തന്റെ സ്നേഹവും വിനയവും ഒഴുക്കി. ലോകം നിരസിച്ച ഒരാളായിരുന്നിട്ടും യേശുവിന്റെ പാദങ്ങളിൽ ഏറ്റവും വലിയ ആദരമർപ്പിച്ചു. അവളുടെ പ്രവൃത്തിയിലൂടെയാണ് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും പ്രകടമായത്. അതുകൊണ്ടുതന്നെ യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. സമാധാനത്തോടെ പോകുക. സ്നേഹിതരെ, ഇന്നത്തെ സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീയുടെ പ്രവേശനം ഒരു കൊടുങ്കാറ്റുപോലെ എല്ലാ ചട്ടങ്ങളും മതിലുകളും തകർത്ത് കടന്നുവരുന്നതാണ്. അവൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. അവിടേക്ക് കാൽവയ്ക്കാനുള്ള സാമൂഹിക യോഗ്യതയുമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഒറ്റ കാര്യം മാത്രം നിറഞ്ഞിരുന്നു: തന്റെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയുന്ന രക്ഷിതാവിനെ കണ്ടെത്തിയ സന്തോഷവും ആഴത്തിലുള്ള പശ്ചാത്താപവുമായി കലർന്ന യഥാർത്ഥ സ്നേഹവും. അതുകൊണ്ടാണ് അവളുടെ പ്രവൃത്തികൾ അത്ര ശക്തമായ സന്ദേശം നൽകുന്നത്. വെള്ളം കൊണ്ടുവരാതെ കണ്ണുനീർ കൊണ്ട് അവൾ ഈശോയുടെ പാദങ്ങൾ കഴുകി. പശ്ചാത്താപത്തിന്റെ ഏറ്റവും വിലപ്പെട്ട അടയാളം. സ്വന്തം തലമുടി, അഭിമാനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ചിഹ്നം, അവൾ താഴ്ത്തിയുപയോഗിച്ചത്. ശിമയോൻ കൊടുത്തിട്ടില്ലാത്ത സ്നേഹചുംബനം അവൾ ആവർത്തിച്ചു നൽകി. ജീവിതകാലത്തെ സമ്പാദ്യമായിരിക്കാവുന്ന വിലപിടിപ്പുള്ള സുഗന്ധതൈലം പോലും ഒന്നും ബാക്കി വയ്ക്കാതെ അവൾ ഒഴിച്ചു. ഇത് യഥാർത്ഥ സമർപ്പണമാണ്. കണക്കുകൂട്ടലുകളില്ലാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ, എല്ലാം ദൈവത്തിന്റെ കാൽക്കൽ സമർപ്പിക്കുക. ഇപ്പോൾ ചോദ്യം നമ്മിലേക്ക് തിരിഞ്ഞുവരുന്നു. നമ്മുടെ വിശ്വാസജീവിതം ശിമയോന്റെ പോലെ പുറംചട്ടത്തിലുള്ള മതാചാരങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നതാണോ? അതോ ആ സ്ത്രീയെപ്പോലെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹത്തിലും വിനയത്തിലും നിന്നുള്ള സമർപ്പണമാണോ? സ്നേഹിതരെ, ഇന്നത്തെ വചനങ്ങൾ നമ്മെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നു. ഈ സ്ത്രീയെപ്പോലെ നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും മനസ്സിലാക്കി, കരുണയില്ലാതെ ഞാൻ ഒന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞ്, യാതൊരു അവകാശവാദവുമില്ലാതെ ദൈവത്തിന്റെ പാദങ്ങളിൽ വീഴാൻ നമുക്കാകുന്നുണ്ടോ? അവൾ തന്റെ ഏറ്റവും വിലപ്പെട്ടത്, ഒരുപക്ഷേ തന്റെ ജീവിതം തന്നെ, യേശുവിന് സമർപ്പിച്ചു. എന്നാൽ നമ്മൾ ദൈവത്തിന് നൽകുന്നതെന്താണ്? സമയം, സമ്പത്ത്, പ്രാർത്ഥന, ഇതൊക്കെ കണക്കുകൂട്ടി മനസ്സില്ലാതെ നൽകുന്നുണ്ടോ? യേശു പറഞ്ഞ ഉപമയുടെ ഹൃദയം ഇതാണ്: കൂടുതൽ ക്ഷമിക്കപ്പെട്ടവൻ കൂടുതൽ സ്നേഹിക്കുന്നു. ഇതിനർത്ഥം അധികം പാപം ചെയ്യണം എന്നല്ല, മറിച്ച് ദൈവം നമ്മെ എത്ര വലിയ രീതിയിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ജീവിക്കണം എന്നതാണ്. നമ്മുടെ നിലനിൽക്കുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, ദൈവത്തിന്റെ അനന്തകരുണ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം പൊട്ടിത്തെറിക്കുന്നത്. അത്തരമൊരു ഹൃദയത്തിന് ശിമയോനെപ്പോലെ മിണ്ടാതിരിക്കാനോ പുറംചട്ട മതാചാരങ്ങളിൽ ഒതുങ്ങാനോ കഴിയില്ല. അത് നിറഞ്ഞ് പൊങ്ങി ഒഴുകും, ആ സ്ത്രീയെപ്പോലെ. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്, നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. നിന്റെ പുരോഗതി എല്ലാവർക്കും വ്യക്തമായിരിക്കണം. അതുപോലെ തന്നെയാണ് സുവിശേഷത്തിലെ സ്ത്രീ തന്റെ കണ്ണുനീരും പ്രവൃത്തികളും കൊണ്ട്
തന്റെ മാറ്റവും സ്നേഹവും എല്ലാവർക്കും കാണിച്ചു തന്നത്. അവൾ വാക്കുകളിലൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ പ്രവൃത്തികൾ തന്നെ ശക്തമായ സാക്ഷിയായി. അവളുടെ സ്നേഹത്തിന്റെ സ്നേഹിതരെ, വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് ഓർമ്മിപ്പിച്ചതുപോലെ ലഭിച്ച കൃപാവരങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്ത കൃപകൾ നൽകി തന്നിരിക്കുന്നു. സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, പ്രാർത്ഥിക്കാൻ, സേവിക്കാൻ. ചോദ്യം ഇതാണ്: നമ്മൾ ആ വരങ്ങൾ മറന്ന് വെറുതെയാക്കി വിടുന്നുവോ, അതോ സുവിശേഷത്തിലെ സ്ത്രീയെപ്പോലെ ഹൃദയം മുഴുവൻ തുറന്ന് അതിനെ ജീവിപ്പിക്കുന്നുവോ? അതിനാൽ തന്നെ ഇന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം. എന്റെ സ്നേഹം ശിമെയോന്റെ പോലെ കണക്കുകൂട്ടലുകളിൽ ഒതുങ്ങുന്നുവോ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പോലെ വില നോക്കാതെ ഭയം വിട്ട് ആത്മാർത്ഥതയോടെ ഒഴുകുന്നതാണോ? അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കാൻ ചെറിയ തീരുമാനങ്ങൾ എടുക്കാം. മാതാപിതാക്കളോട് നേരിൽ കണ്ട് കുറച്ച് സമയം ചിലവഴിക്കുന്നത്. നമ്മോട് വിരോധമുള്ള ഒരാളോട് ആദ്യം സമീപിച്ച് സംസാരിക്കുന്നത്. ആവശ്യമുള്ളവരെ ആരും അറിയാതെ സഹായിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ലോകത്തിൽ സുഗന്ധതൈലമായി ഒഴിക്കാവുന്ന പ്രവൃത്തികൾ. നമ്മുടെ സ്നേഹം വാക്കുകളിലല്ല, പ്രവൃത്തികളിൽ തെളിഞ്ഞു കാണട്ടെ. ഇനി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ശാന്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള യേശുവേ, ഇന്നത്തെ വചനങ്ങളിലൂടെ ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് വിതച്ച പ്രകാശത്തിനും സത്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങളുടെ സ്നേഹം ശിമെയോനെപ്പോലെ പുറം ചട്ടയിലൊതുങ്ങുകയും കണക്കുകൂട്ടലുകളാൽ നിറയുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിനാൽ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കപടതയും മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവവും അങ്ങ് നീക്കിക്കളയണമേ. കർത്താവേ, ആ പാപിനിയായ സ്ത്രീയുടെ വിനയവും ആത്മാർത്ഥതയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വളർത്തണമേ. ഞങ്ങളുടെ ദുർബലതകളെയും പാപങ്ങളെയും തിരിച്ചറിയാനും അങ്ങയുടെ ക്ഷമയുടെ ആഴം അനുഭവിക്കാനുമുള്ള കൃപ തരണമേ. ആ തിരിച്ചറിവിൽ നിന്ന് കണക്കുകൂട്ടലുകളില്ലാതെ, മറ്റുള്ളവർ എന്തു പറയും എന്ന ഭയമില്ലാതെ, ആത്മാർത്ഥമായ വെറും വാക്കുകളല്ല, ജീവനോട് ചെയ്യുന്ന സമർപ്പണങ്ങളിലൂടെ ഞങ്ങളുടെ സ്നേഹം തെളിയട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരുണാമയമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗത്തിൽ വേദനിക്കുന്നവരെയും, സാമ്പത്തിക പ്രശ്നങ്ങളിൽ മുങ്ങുന്നവരെയും, കുടുംബത്തിൽ സമാധാനമില്ലാതെ അലഞ്ഞുതിരിയുന്നവരെയും, മനസ്സിൽ തളർന്നിരിക്കുന്നവരെയും അങ്ങ് സ്പർശിച്ച് സൗഖ്യമേകണമേ. അങ്ങയുടെ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഒരു പുതുവെളിച്ചമായി നിറയട്ടെ. ഇപ്പോൾ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.